ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോണത് ബ്രൊക്കോളി വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഞാനിത് ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ബ്രൊക്കോളി നമുക്ക് കുനുകുന ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ട് വരാം. അരിഞ്ഞെടുത്ത ബ്രൊക്കോളിയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കും. അതിലെന്തെങ്കിലും ചെറിയ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ അനുസരിച്ചിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞു വെക്കണം, അത് വഴറ്റാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇടുന്നുണ്ട്. എനിക്ക് കുറച്ച് എപ്പോഴും ഒരു സ്പൈസി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കും. ഇതിലേക്ക് നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രോക്കോളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇത് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 3 മുട്ട എടുത്ത് അതൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇതിൽ നമുക്കതിട്ട് ബ്രൊക്കോളി വെന്തതിന് ശേഷം അതിലൊഴിച്ച് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബ്രൊക്കോളി വെച്ചിട്ടുള്ള മെഴുക്ക് പുരട്ടി ഉപ്പേരി എന്താണെങ്കിൽ പറയാം. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ വെച്ചപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.